നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ചാപ്റ്റർ കഴിഞ്ഞു മാഡം. രാജു, എത്ര വേഗത്തിലാ 2 ചാപ്റ്റർ കഴിഞ്ഞത്. അത് ഓരോ വാക്ക് പോലും ഞാൻ മനപ്പാടാക്കി പഠിച്ചിട്ടുണ്ട്. ഈ പഠിച്ചതൊന്നും ഞാൻ ഇനി എത്ര മറക്കാൻ ശ്രമിച്ചാലും പറ്റില്ല. അത്രയ്ക്ക് തറവായിട്ടുണ്ട്. രാജുവിന്റെ ഈ മെത്തേഡ് കൊള്ളാം. താങ്ക് യു മാഡം. രാജുവിനെ ശരിക്കും ടീച്ചിങ് പ്രൊഫഷൻ തെരഞ്ഞെടുക്കായിരുന്നു. എന്താ മോളെ ഇത്? എന്തിനാ രമ്യ നീ ഇങ്ങനെ ഞങ്ങളെ പുകച്ചു പുറത്ത് ചാടിക്കുന്നേ? അല്ല, അപ്പൊ നിങ്ങളാരൊന്നും അറിഞ്ഞില്ലേ? എന്താ? നമ്മുടെ നാട്ടില് മുഴുവൻ പകർച്ചപ്പനി പടർന്നിരിക്കുക. അതിന് നമ്മുടെ വീട്ടിലും പരിസരത്തും ഒക്കെ വരുന്ന കീടങ്ങളെ നമ്മള് തന്നെ ഒഴിപ്പിക്കണമെന്ന പഞ്ചായത്തിൽ നിന്ന് അറിയിച്ചിരിക്കുന്ന. ഈ കൊതുകുകളും ഈച്ചകളും മറ്റു ചില പ്രാണികളും ഒക്കെ പോവാനേ കുന്തിരിക്കം, കർപ്പൂരം, വറ്റൽമുളക്, കുരുമുളക്, ഉണക്കനാരങ്ങ ഇതെല്ലാം കൂടി മിക്സിയിലിട്ട് പൊടിച്ച പൊടിയാ ഞാൻ പോകാൻ എടുത്തിരിക്കുന്നത്. അതെ, ആരുവേ ഇനി കുറച്ചു നേരത്തേക്ക് വീട്ടിനകത്ത് കയറല്ലേ. കണ്ണു നീറും, തുമ്മലും ചുമയും വരും. കുറച്ചു സമയം കഴിഞ്ഞിട്ട് കയറിയാ മതി. രമ്യ, നിനക്ക് നിന്റെ വീഡിയോ ചെയ്താ പോരെ? എന്തിനാ ഇവിടെ കൂടെ വന്ന് പോകുന്നത്? ഇതും എന്റെ വീടല്ലേ രാജു? പിന്നെ നിങ്ങളൊക്കെ എന്റെ അയൽക്കാരല്ലേ? നിങ്ങളുടെ കാര്യത്തിൽ എനിക്കൊരു പ്രത്യേക പരിഗണനയുണ്ടെന്ന് നിങ്ങക്ക് അറിയാവുന്ന കാര്യല്ലേ? അല്ലേ രാധമ്മേ? അതെ അതെ. എന്തതേന്ന്? എന്റെ അറിവിലെ ഈ നാട്ടിൽ അങ്ങനെ ഒരു പകർച്ചപ്പനിയും വന്നിട്ടില്ല. ഇത് ഇവിടെ മനഃപൂർവ്വം ചെയ്യുന്ന മാഡത്തിന് ട്യൂഷൻ ഉള്ളതാ. പ്രിയേ, നീ ഇതുകൊണ്ട് പുറത്തങ്ങനെ വെച്ചേ. ഹൃദയ മോളെ, ഈ പുക ഒന്നും മാറിക്കോട്ടെ, എന്നിട്ട് നമുക്ക് ട്യൂഷൻ എടുക്കാം. അതൊന്നും സാരമില്ല രാധമേ. രാജു, നമുക്ക് പുറത്തിരിക്കാം. മാഡം ഇരിക്കും. മാഡം അമ്മേ, 2 ഗ്ലാസ് നാരങ്ങളും എടുക്കോ? ശരി. ഒരു ഗ്ലാസ് എനിക്കും. പുകച്ചങ്ങ് മടുത്തു. ശരി. ഐഷു വാ, പുകയൊക്കെ മാറി. ഇല്ല, ഞാൻ ഇവിടെ നിന്നോളാം. അമ്മ പൊയ്ക്കോ. അവളുടെ നിന്നോട്ടെ ചേച്ചി. എന്തേലും ചെയ്. ഇവിടെ നിന്ന് അവരെ ശല്യം ചെയ്തോ നല്ല ഓടി വെച്ചെറിഞ്ഞ്. അവള് ശല്യം ഒന്നും ചെയ്യില്ലേ ചേച്ചി. ചേച്ചി പൊക്കോ. എന്താ ഐഷുക്കുട്ടി ഇങ്ങനെ നോക്കുന്നേ? ഒന്നുമില്ല. എന്തോ ഉണ്ടല്ലോ. ഇങ്ങ് വന്നേ. വാ, മാമനോട് പറ. എന്താ മോളെ പറ. അല്ല മാമ, എനിക്കൊരു സംശയം. എന്ത്? മാമന് ഈ ചേച്ചിയാണോ കല്യാണം കഴിക്കാൻ പോകുന്നത്? ഐഷു, എന്താ ഇത്? മാമൻ ഋതു ചേച്ചിയെ എപ്പോഴും വീട്ടിൽ വിളിച്ചോണ്ട് വരുന്നുണ്ടല്ലോ, അതുകൊണ്ട് ചോദിച്ചതാ. രമ്യ, ഇവളെ നീ ചേച്ചിയുടെ അടുത്ത് കൊണ്ടാക്ക്. വാ പെണ്ണെ ഇങ്ങോട്ട്. അവളുടെ ഒരു സംശയം. ഞാൻ ഇവിടെ ഇത്രയും നാളും കറങ്ങി നടന്നിട്ട് നിനക്ക് അപ്പോഴൊന്നും ചോദിക്കാൻ ഒരു സംശയമില്ലായിരുന്നല്ലോ. ഇങ്ങോട്ട് വാ. മാഡം, എങ്കിൽ നമുക്ക് ക്ലാസ് തുടങ്ങിയാലോ? മാഡം, അവള് കൊച്ചുകുട്ടിയല്ലേ മാഡം, ഒന്ന് ക്ഷമിച്ചേക്ക് പ്ലീസ്. രാജു, നോട്ട്സ് പറ. ശരി മാഡം. ചാപ്റ്റർ കഴിഞ്ഞു മാഡം. രാജു, എത്ര വേഗത്തിലാ 2 ചാപ്റ്റർ കഴിഞ്ഞത്. അത് ഓരോ വാക്ക് പോലും ഞാൻ മനപ്പാടാക്കി പഠിച്ചിട്ടുണ്ട്. ഈ പഠിച്ചതൊന്നും ഞാൻ ഇനി എത്ര മറക്കാൻ ശ്രമിച്ചാലും പറ്റില്ല. അത്രയ്ക്ക് തറവായിട്ടുണ്ട്.
രാജുവിന്റെ ഈ മെത്തേഡ് കൊള്ളാം. താങ്ക് യു മാഡം. രാജുവിനെ ശരിക്കും ടീച്ചിങ് പ്രൊഫഷൻ തെരഞ്ഞെടുക്കായിരുന്നു. അങ്ങനെയൊക്കെ ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു മാഡം. പക്ഷെ ജീവിത സാഹചര്യങ്ങൾ കൊണ്ട് എന്റെ പഠനത്തോടൊപ്പം ചെറുപ്പം മുതലേ ജോലികളും ചെയ്യേണ്ടി വന്നു. പിന്നെ ഉത്തരവാദിത്തങ്ങൾ തലയ്ക്ക് പിടിച്ചപ്പോ ഫുൾ ടൈം ജോലിയായി മാറി. അല്ല, ഇപ്പോഴും മോശമൊന്നും അല്ലല്ലോ. മന്ത്രിയുടെ PA അല്ലേ? രണ്ടുപേരുടെയും ട്യൂഷൻ ഞാൻ ഇന്നത്തോടെ അവസാനിപ്പിക്കാം. മാഡം, ഇന്ന് നമുക്ക് അടുത്ത് നോക്കാം. ദേ, ഇതുപോലെ അവിടെ നേരെ നേരെ വരയ്ക്കും. ഇവിടെ ഇവിടെ രമ്യ, നിർത്തത്. ഞാൻ ചെടി നരയ്ക്കുന്നിടത്ത് വന്നിരുന്ന പിന്നെ വെള്ളം തെറിക്കില്ലേ? വെറുതെ വേഷം കെട്ടെടുക്കരുത്. നട്ടുച്ചയ്ക്കാ അവളുടെ ഒരു ചെടി നനയ്ക്കല്. നിന്റെ പ്രശ്നം എന്താന്ന് എനിക്ക് മനസ്സിലായി. നീ കാണിക്കുന്നൊട്ട് ശരിയല്ല കേട്ടോ. രാജു കാണിക്കുന്നത് ശരിയാണോ? രമ്യ, ദേ വെറുതെ എന്റെ സമയം മെനക്കെടുത്തതേ പോകുന്ന നിനക്ക് നല്ലത്. നീ ഈ കാണിക്കുന്നതേ എന്ത് മോശം നിനക്കറിയാവോ? ഋതിക മേഡത്തിനോട് നിനക്കെന്താ ഇത്ര വാശി? ഒരു ഋതിക മാഡം. അല്ല, രാജു എന്തിനാ ഇവക്ക് ട്യൂഷൻ എടുക്കുന്നേ? ഇവക്ക് പോവാൻ ഇവിടെ എത്ര ട്യൂഷൻ സെന്റർ ഉണ്ട് ഈ നാട്ടില്? അതൊന്നും എനിക്ക് നിന്നെ ബോധിപ്പിക്കേണ്ട കാര്യമില്ല. ഇനി ഞാൻ ട്യൂഷൻ എടുക്കുന്നത് ശല്യം ചെയ്യാൻ നീ വന്ന നീ വിവരം അറിയും. പോവിടുന്ന് പോവാനല്ലേ പറഞ്ഞ? മാഡം, സോറി മാഡം. എന്താ രാജു ഇത്? സോറി മാഡം. ആ പെണ്ണിനെന്താ എന്നോട് ഇത്ര പ്രശ്നം? മാഡം ക്ഷമിക്കണം. അവള് ബോധമില്ലാതെ ഓരോന്ന് കാണിച്ചു കൂട്ടുന്ന. സോറി മാഡം. എന്താടാ ഇത്, ഒരു മുന്നറിയിപ്പില്ലാതെ? ഞങ്ങൾക്ക് ഞങ്ങളുടെ മരുമകളെ ഒന്ന് കാണണമെന്ന് തോന്നി. അപ്പൊ തന്നെ ഇങ്ങോട്ട് പുറപ്പെട്ടു. വാ, എത്തിക്കോ. ഇരിക്കടാ, ഇരിക്ക. പാടോ. ദിവ്യേ, എന്താ സർ? ഇവർക്ക് കോഫി എടുക്കാം. ശരി. പിന്നെ പറയൂ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഒരു വലിയ വിശേഷമായിട്ടാ ഞങ്ങൾ വന്നിരിക്കുന്നത്. എന്താടാ? കല്യാണക്കാര്യം തന്നെ. ഋതുമോളുടെയും അശ്വിന്റെയും വിവാഹത്തിന്റെ എൻഗേജ്മെന്റ് തീയതി നിശ്ചയിക്കാനാ ഞങ്ങൾ വന്നത്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.